ഈ തലസ്ഥാന ജില്ലയിലേക്കാണ് ഏവരുടെയും നോട്ടം. പ്രത്യേകിച്ച് ദേശീയ കേന്ദ്രം പോലും ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതെ, നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കടയും ഒക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ്. അല്ലെങ്കിൽ LDF UDF നിൽക്കുന്ന കാലത്താണെങ്കിൽ അതിനെക്കുറിച്ച് അത്ര ശ്രദ്ധിക്കാറില്ല. മറിച്ച് ഈ BJPയുടെ ഒരു മുന്നേറ്റത്തിലാണ് ഈ തലസ്ഥാന ജില്ല ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി തീർന്നിരിക്കുന്നത്. ഇക്കുറി എന്തെങ്കിലുമൊക്കെ അട്ടിമറി നടക്കും, തീർച്ചയായിട്ടും നടക്കും. രണ്ട് മുന്നണികളെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വിജയമായിരിക്കും തലസ്ഥാന ജില്ലയിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് ഉണ്ടാകുന്നത്. കുറേ കാലം കൊണ്ടേ ഇടതുപക്ഷവും UDF LDF പറയുന്നു കേരളത്തിൽ BJP ഒന്നുമല്ല, ഓലപ്പാമ്പെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കുമുള്ള പാമ്പാണെന്ന് അവർ വിധി എഴുതി. LDFകാർ തന്നെ പറയുന്നു, നേമം സ്ഥാനാർത്ഥി ശിവൻകുട്ടി സഖാവ് പറയുന്നു BJPയും NDAയും LDFുമാണ് അവിടുത്തെ മത്സരമാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻജി പറയുന്നു ഞാനും V മുരളീധരൻ തമ്മിലുള്ള മത്സരമാണ്. ആറ്റിങ്ങൽ നേരെ പോയാൽ സുധീർ ഇടതുപക്ഷമാണെന്ന് അവർ പറയുന്നു. നേരെ കാട്ടാക്കട പോവുകയാണെങ്കിൽ ചിറയൻകീഴ് പാർലമെൻറ്റിൽ കൃഷ്ണദാസും IB സതീശുമാണെന്ന് പറയുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ തിരുവനന്തപുരം LDFൻ്റെയും UDFൻ്റെയും അനിയൻ ബാബ ചേട്ടൻ ബാബ എന്നുള്ളത് മാറി തിരുവനന്തപുരം നിവാസികൾ പുതിയൊരു മുന്നണിക്ക് രൂപം കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ തലസ്ഥാനത്തെ വിശേഷിപ്പിക്കാം. അത് തികച്ചും അതിൻ്റെ അഭിനന്ദനം തിരുവനന്തപുരത്തിൻ്റെ ബഹുമാനപ്പെട്ട വോട്ടർമാരാണ്. അതിൽ വിശിഷ്യ യുവതിയുവാക്കളാണ്. അതാണ് NDAയുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സൂചിപ്പിച്ചത്. കേരളത്തിൽ BJP ഒന്നുമല്ല, 10നും 14നും ഇടയ്ക്ക് ശതമാനം വോട്ട് കിട്ടുന്ന ചെറിയൊരു പാർട്ടിയാണ്. വളരെ ലാഗ് ചെയ്തുകൊണ്ടാണ് LDF അന്നത്തെ കൺവീനർ വിജയരാഘവനും UDFൻ്റെ കൺവീനർ MM ഹസൻ സാറുമൊക്കെ. BJP നമ്മൾ കൂട്ടിയിട്ടില്ല. സീനിയർ മോസ്റ്റ് ലീഡർ ആൻ്റണി സാറ് തന്നെ പറയും BJP കേരളത്തിലൊന്നുമില്ല, ഇതൊരു മതേതര കോൺസെപ്റ്റ് സംസ്ഥാനമാണ്, ഇവിടെ BJP ഒരു വളർന്നു വരേണ്ട കുളങ്ങളോ താമരച്ചേറുകളോ ഇല്ല. പക്ഷേ ഇതെല്ലാം അപ്രത്യക്ഷമാക്കിക്കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നഗരപിതാവ് BJP വന്നപ്പോൾ ഇവരുടെ എല്ലാം മാറി. കാരണം ആലോചിച്ച് നോക്കണം, തിരുവനന്തപുരം പോലുള്ള തലസ്ഥാനത്തിൻ്റെ ഒരു നഗരസഭയിൽ കോൺഗ്രസ്സിന് പോലും ഭരിക്കുവാൻ പറ്റിയിട്ടില്ല. നീണ്ടകാലം കേരളം ഭരിച്ച കോൺഗ്രസ്സുകാരാണ് UDF. എന്ന് MP പത്മനാഭൻ സാറെല്ലാം മുതൽ ഇങ്ങോട്ട് നാളിതുവരെ ഇടതുപക്ഷത്തിൻ്റെ തട്ടകമാണ് തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും അവരുടെ CPIയുടെയും എല്ലാം ഫണ്ട് റൈസിങ് ജില്ലയാണ് തലസ്ഥാനം. മേയർ വിളിച്ച് പറഞ്ഞാൽ ഫണ്ട് കിട്ടും. സാങ്ഷനുകൾ, ബിൽഡിംഗ് സാങ്ഷനുകൾ, മറ്റു രീതിയിലുള്ള കമ്മീഷനുകൾ എല്ലാം തിരുവനന്തപുരമാണ്. രണ്ടാമതേ വ്യവസായ സിറ്റിയായ കൊച്ചിയിലുള്ളൂ. പക്ഷേ എന്നിരുന്നാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ല. ഇവർക്കിവിടെ വരിക, ആഹാരം കഴിക്കുക, അസംബ്ലിയിൽ ഡെസ്കിൻ്റെ മുകളിൽ കൂടി നടക്കുക, കമ്പ്യൂട്ടർ വലിച്ചെറിയുക, കോടിക്കണക്കിന് രൂപയുടെ നികുതി ഖജനാവിൽ ഇല്ലാതാക്കുക, പരസ്പരം വാരി എറിയുക, ഇത്തരത്തിലുള്ള നാടകങ്ങൾക്കും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ളതിലൊന്നും പറയുവാൻ ഞാൻ പറഞ്ഞില്ല. ഐസ്ക്രീം കേസ് നടന്ന സംഭവമൊക്കെ ഓർമ്മ വരുമല്ലോ, എല്ലാം തലസ്ഥാനത്തായിരുന്നു. ശ്രീപത്മനാഭൻ്റെ നാട് എന്നും രാഷ്ട്രീയക്കാർക്ക് ഒരു വിളനിലമായിരുന്നു. അത് ശാരീരികപരമായിട്ട് മാനസികപരമായിട്ട് സുഖസൗകര്യങ്ങൾക്ക് മറ്റു രീതിയിലുള്ള എല്ലാം തലസ്ഥാനം വേണം. തലസ്ഥാനത്തിൻ്റെ ഒരു പുതിയ വ്യവസായശാല വേണ്ട, തലസ്ഥാനത്തിന് ഒരു വിഴിഞ്ഞം പ്രോജക്റ്റ് വേണ്ട, തലസ്ഥാനത്തിനൊരു എയർപോർട്ട് വേണ്ട, എന്തിനേറെ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ പോലും നന്നാക്കണ്ട. എല്ലാം മലപ്പുറം, കോഴിക്കോട്, എറണാകുളം, കളിക്കുവാൻ തിരുവനന്തപുരം. അതുകൊണ്ടാണ് എല്ലാം കണ്ടും കേട്ടും കിടക്കുന്ന ശ്രീപത്മനാഭ സ്വാമി വലിയ പെരുമാൾ ഈ നഗരസഭ ഇപ്പോൾ BJPയുടെ കൈ കൊടുത്തത്. അത് കേന്ദ്ര BJP നേതൃത്വത്തിനറിയാം.
തലസ്ഥാനമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാലഘട്ടത്ത് ഗുജറാത്തിൽ കോൺഗ്രസ്സുകാരുടെ കുത്തകയായിരുന്ന ഗുജറാത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈ കിട്ടുവാൻ കാരണം അഹമ്മദാബാദ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയാണ്. അത് മുതൽ അങ്ങോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രയാണം. മുനിസിപ്പാലിറ്റി ഗുജറാത്തിൽ അഹമ്മദാബാദ് കിട്ടി, തൊട്ടടുത്ത് സൂറത്ത് നഗരം കിട്ടി, ക്യാപിറ്റലായ ഗാന്ധിനഗർ കിട്ടി, എല്ലാ നഗരസഭയും കിട്ടി. അത് കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ കേശുഭായ് പട്ടേൽ അധികാരത്തിൽ വന്നു. ഗ്രൂപ്പ് തർക്കം ശങ്കർ സിംഗ് വകയിലായിട്ട് വന്നു. അതിനെ മാറ്റുവാൻ വേണ്ടി അടൽ ബിഹാരി വാജ്പേയി രംഗത്ത് വന്നു. 14 നരേന്ദ്രമോദിയെ പിടിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയാക്കി. ആ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലേക്ക് നോക്കുമ്പം വരുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനം കിട്ടിയാൽ രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ളവർ, എഴുത്തുകാർ പറയുന്നു, താമസിയാതെ കേരള സംസ്ഥാനം NDA ഭരണത്തിലെത്തും. അതുകൊണ്ടാണ് മാറാത്തത് മാറുമെന്നുള്ള ക്യാപ്ഷൻ രാജീവ് ചന്ദ്രശേഖർജി കൊടുത്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും ഒന്നാണ്, ശരിയാണ്. ബാക്കിയുള്ള അനാശാസ്യത്തിന് എല്ലാ മുന്നണികളും ഒന്നാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പയ്യൻ കാണിച്ചിട്ടില്ല പാലക്കാട്, അങ്ങനെ സ്ത്രീ വിരുദ്ധരായിട്ട് മാറിയിരിക്കുകയല്ലേ. അതേസമയം LDFകാരും അങ്ങനെയല്ലേ. ശശി ഇപ്പം ഒറ്റപ്പാലത്ത് നിൽക്കുന്നു, പല പല നേതാക്കളും പല വിഷയങ്ങളും മാറിപ്പോയി. അതുകൊണ്ട് ഈ 14 MLAമാർ കേരളത്തിൽ ഈ തലസ്ഥാനത്തുണ്ടായിരുന്നിട്ട് അതിൽ 13 LDFനുണ്ടായിട്ട് ഈ തിരുവനന്തപുരത്തിന് എന്ത് വികസനം വന്നു എന്ന് വികസന രേഖയിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. കോവളം ഒഴിച്ച്, വിൻസെൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഇടതുപക്ഷ MLAമാരാണ്. 14-ൽ 13. തിരുവനന്തപുരം ഒന്നും നടന്നിട്ടില്ല. ആകെ നടന്നിട്ടുണ്ട് എങ്കിൽ അത് കേന്ദ്രം കേരളത്തോട് കൊടുത്ത ആ വികസനമാണ്. ഇപ്പോൾ ഇവർ പറയുന്നു 10 വർഷം കറണ്ടില്ലാത്ത വർഷം. എന്താ കാര്യം? നരേന്ദ്രമോദിയുടെ ആ സൗരോർജ പദ്ധതി കേരളത്തിൽ വന്നതുകൊണ്ട് എല്ലാ പുരപ്പുറകളിലും അത് വച്ച്, ഗവൺമെൻറ് ശാലകളിലും അത് വച്ച് കറണ്ട് കട്ടില്ലാതായി. മിച്ചം അവർക്ക് തന്നെ കിട്ടുന്നു. അതിനെയും ദ്രോഹിക്കാൻ നോക്കിയില്ലേ അദാനി, ടാറ്റ തുടങ്ങിയ വൻകിട കമ്പനികളിൽ നിന്ന് പവറുകൾ മേടിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ കമ്മീഷൻ എടുക്കുന്നു മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ. അതിന് ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നു. അതിൻ്റെ നല്ലൊരു ഷെയർ ട്രേഡ് യൂണിയനായ CIT കൈപ്പറ്റുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതികൾക്കെതിരെ CITക്കാർ വൈദ്യുതി ഭവൻ്റെ മുമ്പ് സമരം നടത്തി. ഇത് വേണ്ടാന്ന്. സംഭവം എന്താ? ടാറ്റയ്ക്ക് വിറ്റ പൈസ കിട്ടും, അദാനിക്ക് വിറ്റ കമ്മീഷൻ കിട്ടിയ പൈസ കിട്ടും. അത് ജനങ്ങൾക്ക് കൊടുത്ത് 16-17 രൂപ വാങ്ങിക്കുന്നു. 2-3 രൂപയ്ക്കാണ് ഇവർ കുത്തക മുതലാളി. മൈക്കെടുത്താൽ പറയുന്നത് ആഗോളവൽക്കരണം, പെറ്റി ബൂർഷ്വ, മുതലാളിവൽക്കരണം. പക്ഷേ കറണ്ടുകളെല്ലാം വാങ്ങിക്കുന്നത് അദാനിയുടെ നിന്നും ടാറ്റയുടെ നിന്നും അംബാനിയുടെ നിന്നും. അപ്പോൾ ഇങ്ങനെ അതിദരിദ്ര സംസ്ഥാനം. ദീനദയാൽ സഡക് യോജന വഴി, റേഷൻ കട വഴി പൊതുവിതരണം കൊടുത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് അരി സുലഭമായിട്ട് കോവിഡ് സമയത്ത് കൊടുത്തപ്പോൾ പിണറായി കൊടുക്കണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുവിധപ്പെട്ട ജനങ്ങൾക്കറിയാം ഇത് കേന്ദ്ര ഫുഡ് കോർപ്പറേഷൻ വഴി വരുന്ന സാധനങ്ങളാണെന്ന്. ഇന്ന് 35 കിലോ കൊടുത്തത് 65 കിലോ ആയിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കൂടുതൽ കൊടുക്കുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് അനിൽ മന്ത്രി. അദ്ദേഹം പറഞ്ഞു ഇനി ഇവിടെ വയ്ക്കുവാൻ സ്ഥലമില്ല എന്ന്. അങ്ങനെ ഡെവലപ്മെൻറ്റിന്മേൽ ഡെവലപ്മെൻറ്റ് വന്നത് കേന്ദ്രമാണ്. പിന്നെ അവർ പറയുന്നു റോഡുകളുടെ വികസനം. റോഡ് ഏതാ? 23,000 കോടി രൂപ ഗ്രാമീണ സഡക് യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ കൂടി കേന്ദ്ര നിതിൻ ഗഡ്കരിയാണ് കേരളത്തിന് കൊടുത്തിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട റിയാസും അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആറന്മുള കണ്ണാടിയും കൊണ്ടു കൊടുത്ത് കറാൾക്കടയുടെ കശവും മുണ്ടും അണ്ടിപ്പരിപ്പും കൊണ്ടുകൊടുത്ത് നിതിൻ ഗഡ്കരിക്ക് താങ്ക്സ് പറഞ്ഞു. അങ്ങ് തന്ന പൈസയാണ് കേരളത്തിൻ്റെ ഗ്രാമീണ റോഡുകളുടെ വികസനം. സഡക് യോജന കേരളത്തിൽ കാണുന്ന അമ്പര ചുംബികളായ റോഡുകൾ വരുന്നല്ലോ. കോവളം വഴി തമിഴ്നാട്ടിലേക്ക് പോകുന്ന ദേശീയപാത 74 ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഈ നാഷണൽ ഹൈവേ. നിതിൻ ഗഡ്കരിയും ഇവർ ആക്ഷേപിക്കുന്ന നരേന്ദ്രമോദിയും നന്നാക്കിയത്. തുറമുഖത്തിന് വേണ്ടി സെപ്പറേറ്റ് റോഡ് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 13 ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്നത് കൊല്ലവും തിരുവനന്തപുരത്തെ MLAമാരാണ്. ഈ 13 MLAമാർ ഇടതുപക്ഷത്തിനുണ്ടായിട്ട് ഒരു മണ്ഡലത്തിലും ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള കക്ഷികൾ ഇവിടെ വരണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ സഹോദരന്മാർ, എസ്പെഷ്യലി യുവതി യുവാക്കൾ വോട്ട് കൊടുത്തു.
അത് ഈ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടാകും. 4 അസംബ്ലി മണ്ഡലം, ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും 4 പേർ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാ അസംബ്ലി എന്ന് പറയുന്ന ഇവിടുത്തെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തലസ്ഥാനത്ത് നിന്ന് 4 MLA ഉണ്ടാകും. ബാക്കി വരുന്നത് മറ്റ് ജില്ലകളിൽ നിന്നായിരിക്കും. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ 2031 ഒറ്റയ്ക്കുള്ള മന്ത്രിസഭയുടെ തുടക്കം തിരുവനന്തപുരത്തു നിന്നായിരിക്കും. ഈ തിരുവനന്തപുരത്ത് വരുന്ന മെയ് 4 വോട്ടെണ്ണിയാൽ അടുത്തൊരു ഗവൺമെൻറ് ആരാകണമെന്ന് തീരുമാനിക്കുന്ന ലീഡർഷിപ്പന്മാരിലൊന്ന് രാജീവ് ചന്ദ്രശേഖർജിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നാഷണൽ ഡെമോക്രാറ്റ് അലയൻസ് എന്ന് പറയുന്ന NDAയുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.